എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോണ്ട ഡിയോയും ഹീറോൻ്റെ സൂമും തമ്മിലൊരു ഡീറ്റെയിൽ കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ പുതിയ വ്യൂസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഹോണ്ട ഡിയോ 2024 125cc മോഡൽ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇതിൻ്റെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ ആ ഫുള്ള് ബോഡി ഗ്രാഫിക്സ് ചേഞ്ച് ആയിട്ടുണ്ട്. ഹാൻഡിൽ കവർ മാറിയിട്ടുണ്ട്. മഡ് ഗാർഡിൽ അഡീഷണൽ ഗ്രാഫിക്സ് ഉണ്ട്. കൂടാതെ പുതിയ ഒരു ഷേപ്പിലുള്ള മിററാണ്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൈഡ് വ്യൂ മിററാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് വൈസറിൻ്റെ കളർ ഫുൾ ഗ്ലോസി ബ്ലാക്കായി മാറിയിരിക്കുകയാണ്. ആ വൈസർ കവറിൻ്റെ, അതായത് സൺഷീൽഡിൻ്റെ അല്ലെങ്കിൽ സൺ വൈസറിൻ്റെ താഴെയായിട്ട് LED ലൈറ്റ്സ് വന്നിട്ടുണ്ട്. സ്പ്ലിറ്റ് ആയിട്ടുള്ള 2 LED ലൈറ്റ്സ് ആണ്. ഒരു ഏലിയനെ പോലെ തോന്നിക്കുന്നത്, ഏലിയൻ്റെ കണ്ണ് പോലെ തോന്നിക്കുന്ന സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു LED ലൈറ്റ്സ് ആണ് നമ്മുടെ സ്കൂട്ടറിന് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ കാർബൺ ഫൈബറിൻ്റെ ട്രിംസും എൻഡുകളിൽ കൊടുത്തിട്ടുണ്ട്. ഹോണ്ടയുടെ സ്റ്റിക്കർ ബാഡ്ജിങ് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പ് വരുന്നുണ്ട് ഫ്രണ്ട് ഫെൻഡർ പോർഷനിൽ. അത് കൂടാതെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഫുൾ ക്രോമിൻ്റെ ബെസൽസ് ആഡ് ചെയ്തിട്ട് ഫുൾ ക്രോമിൻ്റെ കവറിങ് ഉള്ളൊരു LED ഹെഡ്ലൈറ്റ് വരുന്ന സെറ്റപ്പിലാണ് ഇപ്പോൾ പുതിയ ഹെഡ്ലൈറ്റ് വരുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ്. 4 ലൈറ്റ്സ് ആണ് മൊത്തം വരുന്നത്. വൈറ്റ് കളർ ലൈറ്റ് ആയിരിക്കും. നല്ല ഔട്ട് സൈഡ് ത്രോ ഇടുന്ന ലൈറ്റാണ്. ഫ്രണ്ട് മഡ് ഗാർഡ് ചേഞ്ച് ആയിട്ടുണ്ട്. മഡ് ഗാർഡിൻ്റെ സൈഡിൽ 2 റിഫ്ലക്ടർ വരും. ഫ്രണ്ട് മഡ് ഗാർഡിൽ കൂടെ നമ്മുടെ വണ്ടിയുടെ ഗ്രാഫിക്സ്, നമ്മുടെ വണ്ടിയുടെ കളർ ഏതാണോ അതിൻ്റെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സും ഓൾറെഡി വരുന്നുണ്ട്. ഈ പുതിയ മോഡൽ 125 മോഡൽ ഡിയോൻ്റെ ബോഡി ഗ്രാഫിക്സ് എല്ലാം ചേഞ്ച് നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഗ്രാഫിക്സാണ് വരുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് ഓയിൽ യൂസ് ചെയ്തുള്ള സസ്പെൻഷനാണ് വരുന്നത്. ഹോണ്ടയുടെ എല്ലാ സസ്പെൻഷനും കുറേ കൂടി ലോങ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടും സ്റ്റേബിളായിട്ടും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. കൂടാതെ ബമ്പൊന്നും അങ്ങനെ ഫീലും ചെയ്യില്ല. ഫ്രണ്ട് 12 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. മാറ്റ് ബ്ലാക്ക് കളറിലാണ്. 90/100/12 MRFൻ്റെ അല്ലെങ്കിൽ C8ൻ്റെ നല്ലൊരു ട്യൂബ്ലെസ് ടയർ ആയിരിക്കും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നോർമൽ സ്റ്റാൻഡേർഡ് മോഡലാണ്. സ്മാർട്ട് മോഡലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കൂടെ വരുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് മോഡലായതുകൊണ്ട് നമുക്ക് 130mm ഡ്രം ബ്രേക്സ് ആണ് കമ്പനി സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ബ്രേക്കിംഗ് ആണ്, കാരണം കോമ്പി ബ്രേക്ക് സപ്പോർട്ട് എല്ലാ മോഡലിലും വരുന്നുണ്ട്. നല്ലപോലെ സേഫായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ലാൻഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് കൂടാതെ ഇതിൻ്റെ ഒരു കളർ, ഈ മാറ്റ് ബ്ലാക്ക് കളർ നല്ല അട്രാക്റ്റീവാണ്. അലോയ് വീലാകുമ്പോൾ ആക്സിഡൻറ്റ് കണ്ടീഷനിലൊന്നും ഒരിക്കലും വീല് ബ്രേക്കായി നമ്മളെ ഇഞ്ചുറി വരാതിരിക്കാണ്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കൂട്ടറിൻ്റെ വീൽ ബേസ് വരുന്നത് 1260mm ആണ്. ആകെ 104 കിലോയാണ് വെയിറ്റ് വരുന്നത്. 171mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. കേരളത്തിൽ ഒരു റോഡിൽ നമ്മുടെ വാഹനത്തിൻ്റെ അടി തട്ടി അണ്ടർ ബോഡി ഡാമേജ് ഒരിക്കലും ഉണ്ടാവില്ല. ഡിയോ 125ൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്തായാലും കമൻറ്റ് ചെയ്ത് എന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുള്ളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഡിയോൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഫുഡ് സ്പേസ് ആണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഫുഡ് സ്പേസ് വരുന്ന സ്കൂട്ടറാണ് ഹോണ്ട ഡിയോ 125. ഫ്രണ്ട് നമ്മുടെ കൺവീനിയൻസിനായിട്ട് നമ്മുടെ മണി പേഴ്സ്, മൊബൈലൊക്കെ വെക്കാനൊരു ഗ്ലോ ബോക്സ് സ്റ്റോറേജ് കൂടെ വരുന്നുണ്ട്. കീ വരുന്നത് മൾട്ടി ഫംഗ്ഷൻ കീ ആണ്. അതായത് സീറ്റിൻ്റെയും ഫ്യൂൽ ലിഡിൻ്റെയും ഓപ്പണർ കീ സ്വിച്ചിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് സെപ്പറേറ്റ് സ്വിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് കോക്പിറ്റ് വരുന്നത് ഗ്ലോസി ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക്, പിന്നെ കാർബൺ ഫൈബറിൻ്റെ ട്രിം കൂടെ വന്നിട്ടുള്ള അടിപൊളി ഫിനിഷിംഗ് ആണ് വരുന്നത്. നമ്മുടെ സ്കൂട്ടറിൻ്റെ മീറ്റർ വരുന്നത് ഫുൾ ഡിജിറ്റൽ മീറ്റർ. കസ്റ്റമർക്ക് ആവശ്യമായ ഡിജിറ്റൽ ഫീച്ചേഴ്സ്, അതായത് വാഹനത്തിൻ്റെ ഫ്യൂൽ വെച്ചിട്ട് ഇനി എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ സാധിക്കും, ഇപ്പോൾ നമ്മൾ ഈ സ്റ്റൈലിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് റണ്ണിൽ ഓടിച്ചപ്പോൾ നമുക്ക് എത്ര പോലെ മൈലേജ് കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം, ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ മീറ്ററിൽ സ്കൂട്ടർ കാണിച്ചു തരുന്നത്. ഡിയോ 125ൻ്റെ സ്റ്റിച്ചിങ് പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എന്നാലും സീറ്റ് സെയിം ടു സെയിം തന്നെയാണ്. സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി 21 ലിറ്ററാണ് വരുന്നത്. ആ 21 ലിറ്റർ എന്ന് പറയുന്നത് സാമാന്യം നല്ലൊരു സ്റ്റോറേജ് തന്നെയാണ്. നല്ലൊരു ഹെൽമെറ്റും നമ്മുടെ ബാക്ക് പാക്ക് അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ് കാര്യങ്ങളെല്ലാം വെച്ചാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലപോലെ സ്റ്റോറേജ് ബാക്കി വരുന്നതാണ്. ടൂൾ കിറ്റ് എല്ലാം തന്നെ ഇപ്പോൾ സീറ്റിൽ തന്നെ ഫിക്സ് ചെയ്താണ് വരുന്നത്. വാഹനത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ബാക്കിൽ ഗ്രാബ് റെയിലാണ്. ഗ്രാബ് റെയിൽ വരുന്നത് സ്പ്ലിറ്റ് ആയിട്ടാണ്. അതുകൂടാതെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. നല്ല വലിപ്പവും നീളമുള്ള ഗ്രാബ് റെയിലാണ്. ബാക്കിലിരിക്കുന്ന പേഴ്സണ് സുഖമായിട്ട് കൈയെത്തിച്ച് പിടിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ എയറോഡൈനാമിക് ഷേപ്പിലുള്ളതാണ്. നല്ല അട്രാക്ഷനും നല്ല ഭംഗിയുള്ളൊരു ഗ്രാബ് റെയിലാണ്. ഈ ഒരു റേഞ്ചിൽ ആദ്യമായിട്ടാണ് ഈ ഇത്തരം ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ വാഹനത്തിന് വരുന്നത്. ബാക്ക് സൈഡിലാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ ഫില്ല് ചെയ്യുന്നത്. 5.2 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക്. ടോട്ടൽ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. അതുകൂടാതെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് കൂടെ വരുന്നത്. 2 ലിറ്റർ ഫ്യൂൽ നമ്മൾ എന്തായാലും വാഹനത്തിൽ കരുതേണ്ടതാണ്. ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റ് നമ്മുടെ പഴയ ഗ്രാസ് സൈഡ് ടെയിൽ ലൈറ്റുമ്പോൾ തന്നെ പിടിപ്പിച്ചേക്കുകയാണ്. അതിന് കൂടാതെ ഒരു കാർബൺ ഫൈബറിൻ്റെ ട്രിം അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. കൂടാതെ നമ്പർ പ്ലേറ്റിന് ഒരു ലൈറ്റ് സപ്പോർട്ട് കൂടെ സ്കൂട്ടറിന് വരുന്നുണ്ട്. ഇത് പ്രോപ്പർ 2024 മോഡലാണ്. അതിൻ്റെ ബാർകോഡാണ് ഈ കാണുന്നത്. കണ്ടോ, 25/1/2024 ഓൾറെഡി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 25/1 മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. അതുകൂടാതെ വാഹനത്തിൻ്റെ
ഫൂട്ട് റെസ്റ്റ് വരുന്നത് അലൂമിനിയം മെറ്റീരിയൽ ഉള്ളതാണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ കൂടെ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ 123 cc ആണ്. ടോപ്പ് സ്പീഡ് വരുന്നത് 92 കിലോമീറ്ററാണ്. ആവറേജ് നമുക്കൊരു 50-55 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. ഇൻബിൽറ്റ് കിക്കർ വരുന്നുണ്ട്. എയർ കൂൾഡാണ്, അതുകൊണ്ട് എയർ ഫിൽറ്ററിൻ്റെ ബോക്സാണ് കാണുന്നത്. സ്പ്രിംഗ് ലോഡർ സസ്പെൻഷനാണ് ബാക്ക് സൈഡിൽ വരുന്നത്. നമുക്കത് അതിൻ്റെ ടെൻഷൻ 5 പോയിൻറ്റ് നമുക്ക് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. കോമ്പി ബ്രേക്ക് സപ്പോർട്ട് കൂടെ സ്കൂട്ടറിന് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ടയർ ഹഗറും അഡീഷണൽ ആയിട്ട് നമുക്ക് കമ്പനി ഇൻബിൽറ്റ് തരുന്നുണ്ട്. 2024 മോഡൽ ഡിയോ ഇറങ്ങിയപ്പോൾ അതിൻ്റെ മഫ്ലർ, അതായത് സൈലൻസർ ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്യുവൽ ടിപ്പ് വരുന്നൊരു മഫ്ലറാണ് പുതിയ മോഡലിൽ വരുന്നത്. അതിൻ്റെ സൗണ്ട് കുറേ കൂടി സ്പോർട്ടി ആയിട്ടുണ്ട്. ശബ്ദം ലൗഡ്നെസ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ടാണ് ഈ പ്രാവശ്യം വണ്ടിക്ക് വരുന്നത്. അതുകൂടാതെ സൈലൻസർ പൈപ്പിനും ഫാനിനും അഡീഷണൽ ഒരു സ്റ്റോറേജ് അഥവാ ഒരു കവറിങ് വന്നിട്ടുണ്ട്. നമ്മുടെ കാല് പൊള്ളാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബാക്ക് സൈഡ് പുതിയൊരു ഷേപ്പിലുള്ള ടയർ ഹഗർ വന്നിട്ടുണ്ട്. എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചെളി അടിച്ച് കയറാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 90-110 ട്യൂബ്ലെസ് ടയർ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. 10 ഇഞ്ച് അലോയ് വീൽ വരുന്നുണ്ട്. 130 mm ഡ്രം ബ്രേക്സും നമ്മുടെ സ്കൂട്ടറിന് കമ്പനി തരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഓൺ റോഡ് ഈ വണ്ടിക്ക് ഏകദേശം 1,10,000 രൂപയാണ് ടോപ്പ് എൻഡ് മോഡലിന് വരുന്നത്. ആര്യഭംഗി ഹോണ്ട വരാപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പ്രൈസ് എടുത്തിട്ട് നിങ്ങൾ മുൻപോട്ട് പോവുക. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ കോമ്പറ്റീഷൻ വെഹിക്കിളായ ഹീറോ സൂമിലേക്ക് കടക്കുകയാണ്. ഇതാണ് ഹീറോ സൂമിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. വളരെയധികം അട്രാക്റ്റീവും എയറോഡൈനാമിക്കും സ്റ്റൈലിഷുമായിട്ടുള്ളൊരു ബോഡി ഡിസൈനാണ് നമ്മുടെ ഹീറോ സൂമിന് വരുന്നത്. ഫ്രണ്ടിലെ ഹാൻഡിൽ കവർ തന്നെ 3 പോർഷനായിട്ട് തിരിച്ചേക്കാണ്. മാറ്റ് ബ്ലാക്കിൻ്റെയും ഗ്ലോസി ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. അതിന് ഫ്രണ്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു LED ഹെഡ്ലൈറ്റ് കൂടെ കമ്പനി തന്നിട്ടുണ്ട്. ഇതാണ് ഹാൻഡിൽ കവർ വരുന്നത്. ഇതാണ് ഗ്ലോസി ബ്ലാക്ക് വരുന്ന ഒരു പോർഷൻ വരുന്നത്. അതിന് താഴെ ഒരു 3 പീസ് ഒരു റോബോട്ടിൻ്റെ എന്താ പറയുക ഒരു ഹെഡൊക്കെ പോലത്തെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. ഹാൻഡിൽ കവർ തന്നെ നമുക്ക് ഹാലജൻ ബൾബ് ഫിറ്റ് ചെയ്തുള്ള സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹീറോൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പും വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ പറയുകയാണെങ്കിൽ ബ്ലാക്കും സിൽവറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഹീറോ സൂമിൻ്റെ ബ്ലാക്ക് കളർ എടുക്കുമ്പോൾ കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ സെയിം ടു സെയിം കോമ്പിനേഷനും വരും. അതുകൂടാതെ i3s ബാഡ്ജിങ്ങിൻ്റെ സ്റ്റിക്കറിങ് വരും. ഇതാണ് നമ്മുടെ സ്കൂട്ടറിൻ്റെ ആ ഹെഡ്ലൈറ്റ് വരുന്നത്. ആ എച്ച് ഷേപ്പിൽ വരുന്നത് ഡേ ടൈം റണ്ണിങ് ലൈറ്റാണ്. അതിൻ്റെ മേളിലായിട്ട് വരുന്നതാണ് HID ഹെഡ്ലൈറ്റ്സ് വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കോർണറിങ് ലൈറ്റ്സ് വന്നിരിക്കുന്നത് ഹീറോ സൂമിനാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ലോങ് ആയിട്ടുള്ള ഹൈഡ്രോളിക്കും ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സസ്പെൻഷൻ്റെ പൈപ്പിന് കുറേ കൂടി പൊക്കമുണ്ട്. അത് നമ്മൾ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനും കുറച്ചുകൂടിയും ഡിയോ ചാടിനേക്കാളും കുറച്ചുകൂടി വലിയ കുഴി ഇത് ചാടും. പക്ഷേ ആ ചാട്ടത്തിൻ്റെ ആക്കം നമുക്ക് ഫീൽ ചെയ്യില്ല എന്ന് എനിക്ക് സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പറ്റുള്ളൂ. ഫ്രണ്ട് മഡ് ഗാർഡ് ഗ്ലോസി ബ്ലാക്ക് കളറാണ്. അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മഡ് ഗാർഡിൻ്റെ സൈഡിലെ പോർഷൻ എല്ലാം കുറച്ച് ഗ്രിപ്പുള്ള ടൈപ്പാണ്. അത് താഴെ ഉരുണ്ടടിച്ച് വീണാലും ഈ ഒരു പോർഷൻ ആയിരിക്കും ആദ്യം കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വലുതായിട്ട് സ്ക്രാച്ച് അതിൽ ഫീൽ ചെയ്തില്ല. ഫ്രണ്ട് അലോയ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയമണ്ട് കട്ട് ഡിസൈനാണ് വരുന്നത്. വളരെ കുറച്ച് സ്കൂട്ടറുകളിലെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഫ്രണ്ട് ടയർ നോർമൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ടയറാണ്. 90-12 MRFൻ്റെ അല്ലെങ്കിൽ C8ൻ്റെ ടയറായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ ഈ ടയറിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഫ്രണ്ട് i3s സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 155 mm ആണ്. ഡിയോനേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. വീൽ ബേസ് 1300 mm ആണ്. വെയിറ്റ് 108 kg ആണ്. വെയിറ്റ് 4 kg ഡിയോനേക്കാളും കൂടുതൽ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് കോക്പിറ്റ് വരുന്ന മാറ്റ് ബ്ലാക്ക് ഡിസൈനാണ്. നമ്മുടെ ഒരു കൺവീനിയൻസിനായിട്ട് ഫ്രണ്ടിൽ ആ കോക്പിറ്റ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ലപോലെ കാല് വെച്ച് ഇരുന്നാൽ തന്നെ ഒരുപാട് സ്പേസ് ബാക്കിയാണ്. ഒരു 6 അടിക്ക് മേളിൽ പൊക്കമുള്ള ആളിരുന്നാൽ തന്നെയും നമ്മുടെ ഫ്രണ്ടിൽ ആ കാല് ആ ഫ്രണ്ട് പോർഷനിൽ ഒരിക്കലും മുട്ടാൻ ചാൻസ് ഉണ്ടാവുന്നില്ല. ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞില്ലേ ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ്. ഗ്ലോസി ബ്ലാക്കും മാറ്റ് ബ്ലാക്കിൻ്റെ ഫിനിഷ് ഉണ്ട്. പക്ഷേ കൂടുതലും മാറ്റ് ബ്ലാക്കാണ് ഇതിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ലൈറ്റ്സിൻ്റെയും ഇൻഡിക്കേറ്റർ ഹോണിൻ്റെയും സ്വിച്ച് വരുമ്പോൾ പിന്നെ നടുവിലായിട്ട് ഡിജിറ്റൽ മീറ്റർ വരും. റൈറ്റ് സൈഡിൽ i3s ബട്ടണും സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടണാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഒരു കൺവീനിയൻസിനായിട്ട് 2 ഗ്ലോ ബോക്സ് സ്റ്റോറേജ് വരുന്നുണ്ട്. 1/2 ലിറ്റർ വെച്ച് നമുക്ക് ഇതിൽ കപ്പാസിറ്റി വരുന്നുണ്ട്. നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ മണി പേഴ്സിലായിലിടാം. അതിന് നടുവിലായിട്ട് USB ചാർജിങ് പോർട്ട് കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ മൊബൈലിനൊക്കെ ചാർജ് കുറവാണെങ്കിൽ ഈ പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് മൊബൈൽ ഫോൺ ഈ ഗ്ലോ ബോക്സിലിട്ട് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. പിന്നെ ചോക്കിൻ്റെ പോർഷൻ വെറുതെ അവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചോക്കൊന്നുമില്ല. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂട്ടറാണ്. ഏകദേശം 2 ലിറ്റർ ഫ്യൂൽ എന്തായാലും വാഹനത്തിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. എന്നാലേ അതിൻ്റെ ഫ്യൂൽ പമ്പ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഹൈലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റ് ഡിസൈനാണ് സ്കൂട്ടറിന് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫ്രണ്ട് പോർഷനിലെയും ബാക്ക് പോർഷനിലെയും സീറ്റിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്. വൈറ്റ് കളർ
സ്റ്റിച്ചിങ് ആണ് നമ്മുടെ സ്കൂട്ടറിന് കൊടുത്തിരിക്കുന്നത്. അണ്ടർ സീറ്റ് സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 19 ലിറ്ററാണ് സ്കൂട്ടറിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ്. പക്ഷേ 19 ലിറ്റർ ഉണ്ടെങ്കിൽ തന്നെയും ഹീറോ മോട്ടോകോപ്പ് വളരെ ഭംഗിയായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 19 ലിറ്റർ ഉള്ളെങ്കിൽ നമുക്ക് ഏകദേശം 23 ലിറ്ററിൻ്റെ ഉപയോഗം ഇതിൽ കൊള്ളിക്കാം. ഒരു നല്ലൊരു വലിപ്പമുള്ള ഹെൽമെറ്റും ഒരു ലേഡീസിൻ്റെ ഹാൻഡ് ബാഗും വെക്കാനുള്ള സ്പേസിൽ കൊള്ളുന്നുണ്ട്. ഫ്രണ്ട് നമ്മുടെ ഒരു കൺവീനിയൻസിനായിട്ട് രാത്രിയൊക്കെ ഉപയോഗിക്കാനായിട്ട് ബൂട്ട് ലാമ്പും വരുന്നുണ്ട്. ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണൽ അല്ല, സീറ്റിന് താഴെയാണ് ഓപ്ഷൻ വരുന്നത്. 5.2 ലിറ്ററാണ് ഫ്യൂൽ സപ്പോർട്ട് വരുന്നത്. E20 ഫ്യൂൽ സപ്പോർട്ട് ഉണ്ട്. ലാർജ് ആയിട്ടുള്ളൊരു റിയർ ഗ്രാബ് ഹാൻഡിലാണ്. അത് ബാക്ക് സൈഡ് പോർഷനോടുകൂടി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. എന്നാലും ഹാൻഡിലാണ്. ബാക്കിലിരിക്കുന്ന പേഴ്സൺ അടിപൊളിയായിട്ട് പെട്ടെന്ന് കൈയെത്തിച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിക്കായിട്ട് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് ഫീച്ചർ ഓൾറെഡി നമ്മുടെ ഹീറോ സൂമിൽ വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഫുട്ട് റെസ്റ്റ് അലൂമിനിയം മെറ്റീരിയലുള്ള ഫുട്ട് റെസ്റ്റ് ആണ്. അത് സിംഗിൾ ഡയറക്ഷനിൽ നമുക്ക് ആവശ്യം പോലെ ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ 110.9 cc ആണ്. 8.5 bhp പവർ വരും. ഏകദേശം ഒരു 55 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഈ സ്കൂട്ടറിന് 0 to 60 എത്താനായിട്ട് വെറും 9.35 സെക്കൻഡ് മാത്രം മതി. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ടറാണ് എഞ്ചിൻ. 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ സ്കൂട്ടറിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ആ എഞ്ചിൻ്റെ ഒരു ഡിസൈൻ. ഫ്രണ്ട് പോർഷനിൽ വരുന്നത് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ ഇപ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള എയർ ഫിൽറ്ററാണ് വരുന്നത്. അതിന് തൊട്ടുപുറമായിട്ടാണ് നമ്മുടെ ലോങ് ആയിട്ടുള്ള ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത്. സാധാരണ ഡിയോയിൽ വന്നതിനേക്കാളും കുറേ കൂടി പൊക്കമുള്ള സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. അത് നമ്മുടെ ആ സ്പ്രിങ് നമുക്ക് 5 പോയിൻ്റ് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 130 mm ബാക്ക് സൈഡ് ഡ്രം ബ്രേക്കും വരുന്നുണ്ട്. ഇതാണ് സസ്പെൻഷൻ. ഞാൻ ഒന്ന് ബാക്കിൽ നിന്ന് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവുള്ളൂ. റിയർ ടയർ ഹഗറും വരുന്നുണ്ട്. കണ്ട് ഇതുപോലെ നല്ല പൊക്കമുള്ള സസ്പെൻഷനാണ്. അപ്പോൾ ബാക്ക് സൈഡ് ബമ്പ് ചാടുമ്പോൾ നമുക്ക് അത്ര പോലെ എഫക്റ്റ് ചെയ്യില്ല. അത്യാവശ്യം വലിയ കുഴി ചാടിയാൽ നമ്മുടെ ബാക്കിലിരിക്കുന്ന ആൾക്ക് നടുവേദന കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ബാക്ക് സൈഡ് ഒരു ഇൻബിൽറ്റ് വലിപ്പമുള്ള ടയർ ഹഗറും തരുന്നുണ്ട്. ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ H ഷേപ്പ് ആയിട്ടുള്ള നല്ല സിഗ്നേച്ചർ, ആ ഒരു ഹീറോൻ്റെ സിഗ്നേച്ചർ റിയർ LED ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് ബാക്കിൽ വരുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. വളരെ ലോങ് ആയിട്ടുള്ള മഡ് ഗാർഡ് വരുന്നുണ്ട്. ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മുടെ സൂമിന് മാത്രമുള്ള ഫീച്ചേഴ്സാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാണ്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഈ സ്കൂട്ടറിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് ഇതിൻ്റെ ശബ്ദമാണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു മഫ്ലറാണ് വാഹനത്തിന് വരുന്നത്. ഇതിന് ഓൾറെഡി കവറും 2 സൈഡിൽ കവർ വരും. അത് ഓൾറെഡി ഫിറ്റ് ചെയ്യുള്ള PDA വെഹിക്കിളാണ്. ബാക്ക് സൈഡും നമ്മുടെ സെയിം ടു സെയിം അലൂമിനിയം ഫുട്ട് റെസ്റ്റ് വരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബിഗ്ഗറായിട്ടുള്ള ബാക്ക് ടയർ വരുന്ന സ്കൂട്ടറാണ് നമ്മുടെ സൂം. 180/12 ആണ് ടയർ സൈസ് വരുന്നത്. ബാക്കി എല്ലാ വണ്ടിക്കും 12 ഇഞ്ചിന് പകരം 10 ഇഞ്ച് ടയറേ കമ്പനി തരാറുള്ളൂ. ഡയമണ്ട് കട്ട് അലോയ് വീൽസും ഈ ഒരു സ്കൂട്ടറിന് മാത്രം വരുന്നുള്ളൂ. പിന്നെ ജുപ്പിറ്റർ 125 വരിക. പക്ഷേ പ്രൈസ് ഒരുപാട് കൂടുതലാണ്. 130 mm ഡ്രം ബ്രേക്സും വരുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ 2024 ഹോണ്ട ഡിയോ 125 സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ കോമ്പറ്റീഷനായിട്ട് ഈ ഒരു സ്കൂട്ടർ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ബ്രീഫായിട്ട് പറഞ്ഞു തരാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ബാക്ക് ടയർ തന്നെ, അതുകൂടാതെ ഫ്രണ്ട് ബാക്ക് സസ്പെൻഷൻ, ഫുൾ ഡിജിറ്റൽ മീറ്ററിലുള്ള ടെക്നിക്കൽ, അതായത് നമ്മുടെ ടെക്നോളജി സംബന്ധമായ കണക്ടിവിറ്റി സംബന്ധമായ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഹോണ്ട ഡിയോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ നമുക്ക് നമ്മുടെ ഈ സൂം ZX മോഡലിന് വരുന്നുണ്ട്. സൂമിൽ തന്നെ 3 വേരിയൻറ്റ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനിലാണ് ഫുള്ളി ടോട്ടൽ ഫീച്ചേഴ്സ് ലോഡാവുന്നത്. എക്സ് ടെക്നോളജി വരുന്നുണ്ട്. i3 സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരുന്നുണ്ട്. ബിഗ്ഗർ ആൻഡ് വൈഡർ ടയർ ഇൻ ദിസ് സെഗ്മെൻറ്റ്, ഓട്ടോമാറ്റിക് കോർണറിങ് ലൈറ്റ്സ്, ഇതെല്ലാം തന്നെ ഓട്ടോമാറ്റിക് കോർണറിങ് ലൈറ്റ്സ് ഒക്കെ ഈ ഒരു വണ്ടിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ 1,11,000 രൂപയാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഡിയോയ്ക്ക് 1,14 അടുത്താണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. 2 വെഹിക്കിൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹീറോൻ്റെ സർവീസ് ഇതടക്കം വളരെയധികം നല്ലൊരു ചോയ്സ് എപ്പോഴും ഹീറോ സൂം ZX മോഡൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. വേറെ ഒന്നും ചിന്തിക്കാനില്ല. പിന്നെ ഹീറോൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം എല്ലാ സിറ്റിയിലും അവൈലബിൾ ആണ്. സ്പെയർ പാർട്സ് എല്ലാം വളരെ ചീപ്പാണ്. റീസെയിൽ വാല്യൂയും ബെസ്റ്റാണ്. ഈ 2 സ്കൂട്ടർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഹീറോ സൂം എടുക്കാനേ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്തുള്ളൂ. മറിച്ച് അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ടാകും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.